ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കിനും എനിക്കിവിടെ ഒരു പുതിയ എക്സ്പെരിമെൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ബേസ് ബോർഡില്ലേ, സാധാ ഒരു ബേസ് ബോർഡ്, ചെറിയൊരു ബേസ് ബോർഡും കഷ്ണം. ഈ ബേസ് ബോർഡ് നമ്മളിതാ ഇങ്ങനെ കീറുമ്പോഴത്തേക്കിനും ഈ ബേസ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കീറി ഇങ്ങനെ വരുമ്പം കാണിച്ചു തരാം. ഒരു ഞൊറി പോലത്തെ ഒരു സംഭവം വരും. ഇങ്ങനെ ഒരു ഗ്രിപ്പുള്ളൊരു ഭാഗം വരും. അപ്പം ഇത് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. നമുക്ക് ബേസ് ബോർഡൊന്നും വേണ്ട, ഞാൻ കാണിച്ചതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പേപ്പർ എടുക്കണം. 2 പേപ്പർ ഒക്കെയോന്ന് അറിയത്തില്ല, യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ്. നമ്മൾ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെ സിക്സാക്ക് ആയിട്ട് മടക്കണം. ഒരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നേരെ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ തിരിച്ച് അടുത്ത മടക്കണം. അങ്ങനെ നമുക്ക് പോവാം. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ നിവർത്തി കൊടുക്കാം. ഇങ്ങനെയും ഒരു പേപ്പർ സാധാ പോലെ ഒരേ സൈസിലുള്ള 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു സാധാ കപ്പ്, എങ്ങനത്തെ കപ്പ് വേണമെങ്കിലും, കപ്പോ പാത്രം എന്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഒരേ സൈസിലായിരിക്കണമെന്നേ ഉള്ളൂ. ഇത് 2 നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും വെയിറ്റ് ഇല്ലാത്ത ഒരു കപ്പോ എല്ലാം വേണം. ഈ കപ്പ് തനിയും എടുത്തോണ്ട് വന്നു. അപ്പോൾ ഈ കപ്പ് മതിയെന്ന് തോന്നുന്നു. തന്ന കപ്പ് അവൻ തിരിച്ചെടുത്തോണ്ട് പോയി ഫ്രണ്ട്സ്. ഏതായാലും നമുക്കിതാ പേപ്പർ ഇങ്ങനെ, ഈ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് വീടാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം. ഞാനൊരു ഗ്യാപ്പിലാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിലാണ് വെച്ചേക്കുന്നത്. നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീണുപോയി. നമുക്ക് ഒറ്റ പേപ്പറും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഇതൊന്നും നീളമില്ല, ഇച്ചിരി അടിക്കാം. അങ്ങനെയാണെങ്കിലും ഒന്ന് വീണാൽ പോരെ. ഇത് നിവർന്ന് നമുക്ക് ഒന്നും കൂടെ മടക്കി. ഫ്രണ്ട്സ്, ഈ സിക്സാക്ക് ആയിട്ടുള്ള പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഈ കപ്പ് ഓ മൈ ഗോഡ്, ഫ്രണ്ട്സ്, ഇത് വർക്കായി.